ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് എന്നെക്കുറിച്ച്, അതായത് എൻ്റെ ജീവിതത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ കാണിച്ച് തരാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ ആണ്. അതായത് ഞാൻ എന്ത് ചെയ്യുവാണ്, ഞാൻ യൂട്യൂബിലായിട്ട് വരാനുള്ള കാരണങ്ങൾ, അങ്ങനെയുള്ള എൻ്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യണത്. ഞാൻ ശരിക്കും ടയർ ഷോപ്പാണ് ഇത്. നിങ്ങൾക്ക് കുറേ കണ്ട അറിയാം. ഇത് കണ്ടോ, കാണിച്ചു തരാം. ടയർ ഷോപ്പാണിത്. അപ്പോൾ പകൽ മൊത്തം എനിക്ക് ടയർ ഷോപ്പിലായിരിക്കും. ഞാനിപ്പോൾ നിൽക്കുന്ന ടയർ ഷോപ്പിലാണ്. കാണിച്ചു തരാം. ഞാൻ നിൽക്കുന്ന സ്ഥലവും കാര്യങ്ങളൊക്കെ ഇതുണ്ടാവും. മൊത്തം കാറിൻ്റെയും അങ്ങനെയുള്ള എല്ലാത്തിൻ്റെയും, സ്കൂട്ടർ, കാറ്, അങ്ങനെ എല്ലാത്തിൻ്റെയും വലിയ വണ്ടിയുടെയൊക്കെ ടയറുകളുണ്ട്. അപ്പോൾ ഞാൻ ടയർ ഷോപ്പിലാണ് നിൽക്കുന്നത്. ഞാൻ ശരിക്കും ഒരു ടയർ മെക്കാനിക്ക്, പിന്നെ അലൈൻമെൻറ്റ് ടെക്നീഷ്യൻ എന്ന് പറയാൻ പറ്റില്ല, കാരണം പഠിച്ച് വരുന്നുള്ളൂ. ചെറിയ വണ്ടികളുടെയൊക്കെ അത്യാവശ്യം ഇപ്പോൾ ചെയ്ത് ഒരു എന്താ പറയുക, എക്സ്പീരിയൻസ് ആയി. വലിയ വണ്ടിയിലായിട്ട് ചെയ്യാൻ നോക്കി, പക്ഷേ എന്തോ നടക്കുന്നില്ല. ചെറിയ വണ്ടിയുടെയൊക്കെ അത്യാവശ്യം അലൈൻമെൻറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അത്യാവശ്യം എല്ലാം തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു ലൈഫ് എന്ന് പറഞ്ഞാൽ. ഓരോ ദിവസം ഞാൻ ഒരു ടയർ ടെക്നീഷ്യനാണ് എന്നുകൂടെയും പറയാം. അപ്പോൾ ഞാൻ ശരിക്കും യൂട്യൂബിലായിട്ട് ഇപ്പോൾ വരാനുള്ള ഇത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഓരോ വീഡിയോസ് കാണുമല്ലോ, എങ്ങനെ യൂട്യൂബിൽ നിന്ന് പൈസ സമ്പാദിക്കും, അങ്ങനെ കുറേ വീഡിയോസ് ആണല്ലോ. അങ്ങനെ ഉള്ള ഓരോരോ ഇതിൻ്റെ ഇതിലാണ് വന്നത്. അപ്പോൾ തുടക്കത്തിൽ എനിക്ക് വേറൊരു ചാനലുണ്ടായിരുന്നു. അതായത് ഇതിൻ്റെ പേരിൽ തന്നെ ഒരു വ്ളോഗിങ് ചാനലുണ്ടായിരുന്നു. എയ്ബൽ വ്ളോഗ്സ് എന്നായിരുന്നു അതിൻ്റെ തുടക്കത്തിലുള്ള പേര്. അപ്പോൾ അത് ആദ്യമേ ഞാൻ ആ ചാനലിൽ ആദ്യമേ ഇട്ട പേര് ഓൾ ഇൻ വൺ ഡ്യൂഡ് എന്നാണ് ആദ്യമേ ആ ചാനലിൽ ഞാൻ നൽകിയിരുന്ന പേര്. അത് പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ പേരിലായിട്ട്, അതായത് എൻ്റെ പേര് എയ്ബൽ എന്നാണ്. അപ്പോൾ എൻ്റെ പേരിലായിട്ട് ആ ചാനൽ ആക്കണമെന്ന് എനിക്കൊരു ആഗ്രഹം വന്നു. അതാണ് ഞാൻ എയ്ബൽ വ്ളോഗ്സ് എന്ന് ആക്കിയത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ അധികവും ഇട്ടുകൊണ്ടിരുന്നത് വ്ളോഗിങ് ആണ് മെയിനായിട്ടും കേന്ദ്രീകരിച്ച്. എന്നുവെച്ചാൽ നമ്മളങ്ങനെ ഓരോ സ്ഥലങ്ങളിൽ പോയി വ്ളോഗ് ചെയ്യണ അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തിലായിട്ടുള്ള ഓരോരോ കാര്യങ്ങൾ പുറത്ത്. ഇപ്പോൾ ഞാൻ അതിൻ്റെ അകത്ത് ആദ്യമേ ഇട്ടുകൊണ്ടിരുന്ന കണ്ടന്റ് എന്ന് വെച്ചിട്ട് മിക്സഡ് കാറ്റഗറിയാണ്. അതായത് കോമഡി ആയിട്ടുള്ളതും, എൻ്റർടൈൻമെൻറ്റ്, ഗെയിമിങ്, അങ്ങനെ ട്രാവല്, അങ്ങനെ പല പല കാറ്റഗറീസ് ഉൾക്കൊള്ളിച്ചുള്ളൊരു ചാനലായിരുന്നു അത്. അപ്പോൾ പല പല കാറ്റഗറീസിലെ വീഡിയോസ് ഇടുമ്പോഴും അത്യാവശ്യം ഒരു തുടക്കത്തിൽ എനിക്കൊന്നും അത്രയും വലിയ 500-400 അത്രയൊക്കെ വ്യൂസ് കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ പിന്നെ അങ്ങ് ഇട്ടിട്ട് കിട്ടി. അതായത് 5K 6K അങ്ങനെയൊക്കെ വീഡിയോസിനൊക്കെ കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഒപ്പം ഞാൻ അതിൽ ഗെയിമിങ്ങും കൂടെ അപ്ലോഡ് ചെയ്തു. അതായത് ഗെയിമിങ് വീഡിയോസ് ഞാൻ ലൈവ് സ്ട്രീമിംഗ് ഒക്കെ അതിൻ്റെ അകത്ത് ചെയ്യുമായിരുന്നു. അപ്പോൾ ഞാൻ അധികവും വണ്ടിയുടെ ഗെയിമൊക്കെയാണ് കളിച്ചുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ബസ് സിമുലേറ്റർ, അതായത് ഇച്ചിരി എളുപ്പം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന് പറഞ്ഞൊരു ഗെയിമുണ്ട്, ബസ് ഓടിക്കണം. അതിൻ്റെ ഗെയിമാണ് ഞാൻ അധികവും സ്ട്രീം ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ വൈസ് സിറ്റി, അതായത് ഈ റോക്ക് സ്റ്റാർ ഗെയിംസ് എന്ന് പറഞ്ഞതിൻ്റെ നമ്മുടെ PC-യിൽ കളിക്കാൻ പറ്റുന്നൊരു ഗെയിമാണ്. അപ്പോൾ അതാണ് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇതാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം എന്നാ വെച്ചിട്ടുണ്ടെങ്കിൽ റോക്ക് സ്റ്റാർ ഗെയിംസ്, അതായത് ഈ വൈസ് സിറ്റി എന്ന് പറഞ്ഞ ഗെയിം ഇതിൻ്റെ സ്ട്രീമിങ് അധികം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഫോൺ എന്ന് പറഞ്ഞാൽ അതിന് 4 GB റാമേ ഉള്ളൂ. അപ്പോൾ ഉള്ള കുറേ ഞാൻ ഇച്ചിരി ഗെയിമുകൾ കളിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ PUBG അതുപോലുള്ളതൊക്കെ കളിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കൊന്ന് കോൾ ഓഫ് ഡ്യൂട്ടി അതുപോലുള്ള ഗെയിമൊക്കെ കിട്ടി. അപ്പോൾ കോൾ ഓഫ് ഡ്യൂട്ടിയുടെ സൈസ് തന്നെ നല്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3 GB അടുക്കെ വരും. എൻ്റെ ഇതിനാണെങ്കിൽ ടോട്ടൽ 4 GB ഉള്ളൂ റാമെന്ന് പറയുന്നത്. അപ്പോൾ ആ 4 GB ഉള്ള റാമുള്ള ഫോണിൽ 3 GB ഉള്ള കേട്ടിൻ്റെ ബാക്കി 1 GB മിച്ചമുള്ളൂ. അപ്പോൾ സ്റ്റക്കും അതുപോലുള്ള കാര്യങ്ങളൊക്കെ
ലൈവിൻ്റെ അകത്ത് ഇങ്ങനെ വരാനായിട്ട് തുടങ്ങി. കാരണം അത്രയും നിങ്ങൾ ആലോചിക്കണം. കാരണം 4 GB റാമുള്ള ഫോണിൽ 3 GB അടുക്ക സ്പേസ് പോവും. ആ ഗെയിമിന് കോൾ ഓഫ് ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ ആ ഗെയിമിന് തന്നെ 3 GB എടുക്കുന്നുണ്ട്. അപ്പോൾ അത്രയും സൈസ് കൂടുതലുള്ള സാധനം ഇതിലേക്ക് വരുമ്പോൾ നമ്മുടെ ഫോണിൻ്റെ സ്പേസും പോവും, സ്പീഡ് കുറയും, അങ്ങനെ പല കാര്യങ്ങളുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ പിന്നെ ബസ് സിമുലേറ്ററും അതുപോലുള്ള ഗെയിമും പിന്നെ സ്ട്രീം ചെയ്യാത്തതിൻ്റെ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് സിമുലേറ്ററിൻ്റെ അകത്ത് ഓരോ മാപ്പ് കഴിയുമ്പോൾ പരസ്യം വരും. അപ്പോൾ അത് ഈ സ്ട്രീം ചെയ്യുന്ന ഇടയ്ക്ക് കാണുന്ന വ്യൂവേഴ്സിന്, അതായത് നിങ്ങളിപ്പോൾ ഉള്ള ഇപ്പോൾ ഞാനിപ്പോൾ ആണെങ്കിലും ഞാനിപ്പോൾ വേറെ ഒരാളുടെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിലും അവരുടെ ലൈവിൻ്റെ ഇടയ്ക്ക് പരസ്യം വന്നിട്ടുണ്ടെങ്കിൽ നമുക്കാണെങ്കിലും ഒരു എന്നാ പറഞ്ഞാൽ ഒരു മടുപ്പ് തോന്നും. കാരണം ഈ ലൈവിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ പരസ്യം വരുന്നതുകൊണ്ട് ഒരു മടുപ്പ് തോന്നും. അപ്പോൾ ബാക്കിയുള്ളവരുടെ കാര്യം ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പം അതുകൊണ്ടാണ് ഞാൻ ആദ്യമേയൊക്കെ ലൈവിന്ന് ബസ് സിമുലേറ്റർ മാറ്റിയത്. ഞാൻ എൻ്റെ ആദ്യത്തെ ചാനലിൽ ഗെയിമിങ്ങൊക്കെ ആയിരുന്നു അപ്ലോഡ് ചെയ്യുന്നത്. പിന്നെ ഞാൻ അതിൽ നിന്ന് മാറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൊത്തം കൂടെ മിക്സ് ചെയ്ത് ഗെയിമിങ്ങിനും വ്ളോഗിങ്ങിനും എല്ലാത്തിനും കൂടെ കൂടി ഒറ്റ ചാനലാക്കി ഇട്ടാൽ ആൾക്കാർക്കൊരു ഡൗട്ട് അടിക്കും, ഗെയിമിങ്ങിനും വ്ളോഗിങ്ങിനും എല്ലാത്തിനും കൂടെ. അപ്പോൾ അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് ആയിട്ടൊരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. ആദ്യത്തെ എനിക്ക് ചാനലിൽ 985, അതായത് 1K അടുക്ക സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ അത് എൻ്റെ ചില അത് പറയാൻ ചില ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കാരണത്താൽ അത് ടെർമിനേറ്റ് ആയി പോയി. അത് കാര്യമായിട്ട് വാച്ച് ടൈം അങ്ങനെയൊന്നും കയറിയില്ലായിരുന്നു. അപ്പോൾ അത് ടെർമിനേറ്റ് ആയിപ്പോയി. അത് കൊണ്ട് ഞാൻ വേറൊരു ഗെയിമിങ്ങിന് വേണ്ടി ഒരു ചാനൽ ക്രിയേറ്റ് ചെയ്തു. ഷാഡോ ഗെയിമിംഗ് എന്നാണ് ക്രിയേറ്റ് ചെയ്ത സമയത്തൊക്കെ എൻ്റെ പേര്. അപ്പോൾ ആ ചാനലിലായിരുന്നു പിന്നെ ഉള്ള ഗെയിമിങ്ങും അങ്ങനെയുള്ള സകല പരിപാടികളും ഉണ്ടായിരുന്നത്. പിന്നെ എനിക്ക് ഇതിലോട്ട് യൂട്യൂബിലായിട്ട് വരാനുള്ളൊരു എന്താണെന്ന് വെച്ചാൽ ഞാൻ നേരത്തെ തുടങ്ങിയതാണ്. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് അങ്ങനെ തുടങ്ങിയ ടൈമിലൊന്നും എനിക്ക് കാര്യമായിട്ട് അങ്ങനെ അറിയത്തില്ലായിരുന്നു. പിന്നെ ഈ യൂട്യൂബിൽ ഇങ്ങനെ ഓരോ വീഡിയോസ്, അതായത് ഓരോ ടെക് വീഡിയോസ് ഇടുന്ന ഓരോ ആൾക്കാരുണ്ടല്ലോ. അതായത് ഇപ്പോൾ ന്യൂ യൂട്യൂബേഴ്സ് ആയിട്ടുള്ളവർക്ക് ഈ യൂട്യൂബിനെ കുറിച്ച് അറിയില്ലാത്ത കുറേ പേരുണ്ടാവുമല്ലോ. അപ്പോൾ അതിനെക്കുറിച്ച് വീഡിയോസ് ഇടുന്ന ആൾക്കാരുടെ വീഡിയോ ഒക്കെ കാണാനായിട്ട് ഇങ്ങനെ തുടങ്ങി. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഒരു സക്സസ് ആവാൻ എന്നുള്ള ഉദ്ദേശത്തിനാണല്ലോ നമ്മൾ ഓരോരുത്തരും യൂട്യൂബിൽ ചാനൽ തുടങ്ങാറ്. അപ്പോൾ ആ ഒരു ഉദ്ദേശത്തിൽ എനിക്കും ഒരു ആഗ്രഹമുള്ളതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ വീഡിയോസ് കാണാൻ തുടങ്ങി. അങ്ങനെ കണ്ടാണ് പിന്നെ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഗെയിമിങ്ങിനായിട്ട് ചാനൽ തുടങ്ങിയത്. പിന്നെ ഞാൻ ആ യൂട്യൂബിൽ വ്ളോഗിങ്ങിനേക്കാണേലും ഗെയിമിങ്ങിന് പ്രാധാന്യം കൊടുത്തു. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരിയോടെ നമുക്കൊരു സമ്പാദിക്കാനും അങ്ങനെ എല്ലാം പറ്റുന്ന ഗെയിമിങ്ങിനാണെന്ന് മനസ്സിലായി. ഞാൻ ഗെയിമിങ്ങിലേക്ക് തിരിഞ്ഞു. അപ്പോൾ എൻ്റെ ആദ്യത്തെ ചാനൽ പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേറൊരെണ്ണം ക്രിയേറ്റ് ചെയ്തു. അതേ പേരിൽ തന്നെ ചെറിയൊരു മാറ്റമുള്ളൂ. എയ്ബൽ വ്ളോഗ്സ് ആൻഡ് ടെക് എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ ചാനലിൻ്റെ പേര്. അതിൽ ഞാൻ റിയാക്ഷൻ വീഡിയോസ്, വ്ളോഗിങ് വീഡിയോസ്, പിന്നെ ട്രാവൽ വീഡിയോസ്, പിന്നെ എൻ്റർടൈൻമെൻറ്റ്, ഇത്രേ ഉള്ളൂ. അതിൽ റിയാക്ഷൻ വീഡിയോസൊക്കെ വൈകുന്നേരങ്ങളിലാണ് അപ്ലോഡ് ചെയ്യണത്. വ്ളോഗിങ് അതുപോലെ ഷോർട്സൊക്കെ പകൽ, അതായത് രാവിലെയാണ് അപ്ലോഡ് ചെയ്യണത്. റിയാക്ഷൻ വീഡിയോസ് എന്ന് പറഞ്ഞാൽ ഷോർട്സിലാണ് വരുന്നത്. ഗെയിമിങ്ങിലും അങ്ങനെ തന്നെയാണ്. വൈകുന്നേരങ്ങളിൽ റിയാക്ഷൻ വീഡിയോസ് ഉണ്ടാകും ഗെയിമിങ്ങിൻ്റെ. പിന്നെ ലോങ് വീഡിയോസ് കുറവായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നാ വെച്ചാൽ ഈ കടയിൽ നിൽക്കുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെ വീഡിയോസ് ഒന്നും പിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കടയിലെ പണി അതിൻ്റെ ആയിട്ട് വരുമ്പോൾ നമുക്ക് ടൈം കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ അധികം വ്ളോഗിങ് പിടിക്കാത്തത്. പിന്നെ അവിടെയൊക്കെ ട്രിപ്പ് പോകുമ്പോൾ മാത്രമേ ട്രാവൽ വ്ളോഗിൻ്റെ അങ്ങനെയുള്ള ഇതൊക്കെ പിടിക്കുകയുള്ളൂ. അപ്പോൾ ഞാൻ ആദ്യമേ തന്നെ കാണിച്ചിട്ട് ഞാൻ കടയിലാണ്. അപ്പോൾ കടയിൽ വെച്ച് ഇതൊന്നും ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് ഞാൻ ഈ സ്ട്രീമിങ്ങൊക്കെ ചെയ്യണത് രാത്രി സമയങ്ങളിലാണ്. രാത്രി എന്ന് പറയുമ്പോൾ ഒരു 9 മണി ആ ടൈമിലൊക്കെ ആയിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അത് 10 മണി ആ ഒരു ടൈമിലായിട്ടാക്കി. ഞാൻ പിന്നെ എല്ലായ്പ്പോഴും 10 മണിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോഴാണെങ്കിലും ഞാനൊരു ഗെയിമിംഗ് ചാനൽ പുതിയതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ചെറിയൊരു ഒരു സങ്കടമുണ്ട്. കാരണം കാര്യം പറഞ്ഞാൽ അതിൻ്റെ അകത്ത് യൂട്യൂബിലെ ഫസ്റ്റ് ക്രൈറ്റീരിയ എന്നുള്ള 1000 സബ്സ്ക്രൈബേഴ്സിൻ്റെ കടമ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എനിക്ക് 1600 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ
സ്ട്രീമിങ് ഞാനൊരു ലൈവ് സ്ട്രീമിങ് ചെയ്യുന്ന ആളും കൂടെയാണ്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെയാണ് മാറിയാണ് ചെയ്യണേ. YCT, അതായത് ഈ റോക്സ്റ്റാർ ഗെയിംസിൻ്റെ പണ്ട് 2012 ഇറങ്ങിയ YCT എന്ന് പറഞ്ഞ ഗെയിമും, പിന്നെ പബ്ജിയുടെയും ചെയ്തിട്ടുണ്ട്, ബസ് മിനിറ്റിൻ്റെയും ചെയ്തിട്ടുണ്ട്, കോൾ ഓഫ് ഡ്യൂട്ടിയുടെയും ചെയ്തിട്ടുണ്ട്, അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിലവിൽ പബ്ജിയുടെയും പിന്നെ YCTയുടെയാണ് ഒക്കെ ചെയ്യണത്. അപ്പോൾ പുതിയ ചാനൽ തുടങ്ങിയതുകൊണ്ട് അതിലായിട്ട് അങ്ങനെ സ്ട്രീമിങ്ങിൻ്റെ ഒരു ഇത് ആയി വന്നിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ 1K ആവാൻ വേണ്ടി ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അപ്പോൾ 1K ആയിട്ട് തുടങ്ങാം എന്നുള്ള ഇതിലാണ്. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്ത് ഇതിൽ നിന്ന് ഞാൻ പലതവണ, കാരണം ഇതുപോലെ എന്നാ പറയണേ, നിർത്തിപ്പോയാലോ എന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. ചില സാഹചര്യങ്ങളിൽ ഒട്ടും അതായത് റീച്ചും അങ്ങനെ ഒന്നുമില്ലാത്ത വന്നപ്പോൾ നിർത്തിപ്പോയാലോ എന്ന് വരെ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ 1K ആയിട്ടുള്ള ചാനലുണ്ട്. ആ ചാനലിൽ എനിക്ക് 200 സബ്സ്ക്രൈബേഴ്സ് ഉള്ളപ്പോൾ 10 പേര് വരെ കയറിക്കൊണ്ടിരുന്ന കയറി അതായത് സ്ട്രീമിങ് ചെയ്ത് അങ്ങനെ വന്ന് കയറി വന്നുകൊണ്ടിരുന്നതാണ്. പക്ഷേ 1K ആയപ്പോൾ ഒരാൾ പോലും കാണുന്നില്ല. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കും. എനിക്ക് തന്നെ ഒരു വിഷമം വന്ന് ചെയ്യാനായിട്ടൊരു മടിയും എല്ലാം വന്നതോടെ മൊത്തത്തിലൊരു ഡൗൺ ആയിപ്പോയി. അപ്പോൾ അതിലിങ്ങനെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത 2-3 പേര്, അതിൽ ഞാൻ പേരുകൾ എടുത്ത് പറയുന്നില്ല, ഒരു 3-4 പേരെങ്കിലും ഉണ്ടാവും. അവർ തന്ന മോട്ടിവേഷൻ ഒന്നുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിൽ പോവാതെ ഇങ്ങനെ നിൽക്കുന്നത്. അതായത് ഓരോരുത്തരും പറഞ്ഞ പോലെ ഏതെങ്കിലും കാര്യത്തൊക്കെ സക്സസ് ആവും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എൻ്റെ ചാനലിൻ്റെ പേര്, അതായത് ബ്ലോഗ് ചാനലിൻ്റെ പേര് എയ്ബൽ വ്ലോഗ്സ് ആൻഡ് ടെക്കി എന്നാണ്. ഗെയിമിംഗ് ചാനൽ 2 ഉണ്ട്. അതിൽ 2 ആവറേജ് രീതിയിലാണ് ചെയ്യുന്നത്. 2ാമത്തെ ചാനൽ ഇപ്പോൾ കയറ്റിക്കൊണ്ട് വരാനായിട്ട് നോക്കുന്നത്. കാരണം അതിൻ്റെ അകത്ത് സബ്സ്ക്രൈബേഴ്സ് കൊണ്ടും അങ്ങനെയൊക്കെയുള്ള കുറവാണ്. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ഇച്ചിരി ആയിട്ട് സ്ട്രീമിങ് തുടങ്ങാന്നുള്ള രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ ഗെയിമിംഗ് ചാനലിൻ്റെ പേര് എയ്ബൽ ഗെയിമിംഗ് എന്നാണ്. 2ാമത്തേത് എയ്ബൽ ഗെയിമിംഗ് 2 എന്നാണ്. അപ്പോൾ 2 ചാനൽ, അതായത് എൻ്റെ എല്ലാ ചാനലുകളും എൻ്റെ ചാനലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു, അതായത് ഇപ്പോൾ എയ്ബൽ ഗെയിമിങ്ങിൻ്റെ അകത്താണെങ്കിൽ വ്ളോഗ്സിൻ്റെയും കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഞാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ചാനലിൻ്റെയും ഹോമിൽ അതിൻ്റെ ചാനലിൽ ഇത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. കാരണം ഞാൻ പറഞ്ഞല്ലോ ഈ കടയിലാണ് നിൽക്കുന്നത്. അപ്പോൾ രാവിലെ വരും, 8-8:30 കട തുറക്കാൻ. 8:30 ആകുമ്പോഴത്തേനും ഞാൻ വരും. പിന്നെ 7 മണി ആയിട്ടേ പോവുള്ളൂ. പിന്നെ വീട്ടിൽ ചെന്ന് കുളിച്ച് റെഡിയായി ഫുഡും കഴിച്ച് എല്ലാം കഴിഞ്ഞിട്ട് വേണമല്ലോ. അപ്പോൾ പ്രാർത്ഥനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഈ 10 മണി എന്ന് പറഞ്ഞ സമയം തിരഞ്ഞെടുത്തത്. അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ വന്നത്. അപ്പോൾ ഇന്നത്തെ ഉദ്ദേശം എത്രേ ഉള്ളൂ, ജസ്റ്റ് എന്നെക്കുറിച്ച് നിങ്ങളിലേക്ക് ഒന്ന് അറിയിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യുന്നത്, അപ്പോൾ ഞാൻ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് വന്നത്, യൂട്യൂബിലേക്ക് വന്ന് ഇത്രേ ഉള്ളൂ. ഇതുപോലെ നമുക്ക് യൂട്യൂബിലേക്ക് വരുന്ന എല്ലാവരും തന്നെ ഇത് അറിഞ്ഞിട്ടായിരിക്കും സക്സസ് ആവുക, എങ്ങനെയൊക്കെ ക്യാഷ് ഒക്കെ ഉണ്ടാക്കുക, അങ്ങനെയുള്ള ഇതിലായിരിക്കും വന്നത്. ഞാനും ഏകദേശം അതുപോലെയൊക്കെ തന്നെ, കള്ളം പറയുന്നില്ല, അതുപോലെയൊക്കെ തന്നെയാണ് ഞാനും വന്നത്. പിന്നെ ആണ് മനസ്സിലായത്, പിന്നെ ഞാൻ ആദ്യമേ വിചാരിച്ച സബ്സ്ക്രൈബേഴ്സിലൊക്കെ വലിയ കാര്യമുണ്ടെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ ഇപ്പോൾ ഞാൻ സബ്സ്ക്രൈബേഴ്സിൽ വലിയ കാര്യമില്ലെന്ന് ഇപ്പോൾ മനസ്സിലായി. കാരണം എനിക്ക് 1000 മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷേ ലൈവിൽ ഒരു റിട്ടൻഷൻ എന്ന് പറഞ്ഞ സാധനമില്ല. പണ്ട് 200 സബ്ബുള്ളപ്പോൾ കിട്ടിയ ആ ഒരു റിട്ടൻഷൻ ഇപ്പോൾ ലൈവിൽ കിട്ടുന്നില്ല. കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം ഗെയിം 35-40 അങ്ങനെ 1 ലക്ഷത്തിന് മേളിൽ ഒരു വ്യൂവേഴ്സിന്, അതായത് ഒരു ഷോർട്ട് വീഡിയോയ്ക്ക് 1 ലക്ഷത്തിന് മേളിൽ വ്യൂസ് കിട്ടിയതാണ് കിട്ടിയ ചാനലാണ്. അപ്പോൾ ആ ചാനൽ കളയുമ്പോൾ ഉള്ളൊരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കും. അപ്പോൾ ഏവരുടെ ആണെങ്കിലും അത്രയും വ്യൂസ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ചാനൽ. പിന്നെ ആ ചാനൽ കയറ്റിക്കൊണ്ട് വരാനുള്ളൊരു പാടും കാര്യങ്ങളൊക്കെ ഒട്ടും ചെറുതല്ല, നല്ല വലിയൊരു കഷ്ടപ്പാടാണ് ഇതിന് പറയുള്ളൂ. കാരണം നമ്മൾ ദിവസേന യൂട്യൂബ് ഓപ്പൺ ആക്കുമ്പോൾ കാണുന്ന ഓരോ വീഡിയോസും അവർ എത്രമാത്രം കഷ്ടപ്പെട്ട് എഡിറ്റ് ചെയ്ത് അങ്ങനെ ഉള്ള രീതിയിലൊക്കെ ആയിരിക്കുമല്ലോ എടുക്കുന്നത്. അപ്പോൾ ആ ഒരു കഷ്ടപ്പാടൊക്കെ പോകില്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ചെറിയ വിഷമമുണ്ട്. അതൊക്കെ കിട്ടിയത് ഈ 1K ആയിട്ടുള്ള
ചാനലിലാണ്, അതായത് ഈ ലൈവിന് റീച്ചൊന്നും ഇല്ല എന്ന് പറഞ്ഞാൽ ചാനലിലാണ് ആ 1 ലക്ഷം വ്യൂസ് കിട്ടിയത്. പക്ഷെ അതൊക്കെ പോലുമെന്ന് ഓർക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. പക്ഷേ ഇന്നലെ കൂടി ഇന്നലെയും മിനിങ്ങാന്നെങ്ങാണ്ടാണ് ചെറിയ സ്ട്രീം ചെയ്തു. പക്ഷേ അതിന് പോലും ആ സപ്പോർട്ടായിട്ടുള്ള ഒരു ബ്രോ ഉണ്ട്. ആ ബ്രോ വരുമെന്നല്ല, വേറെ ആരും ഇപ്പം ലൈവിൽ കാണാൻ വരുന്നില്ല. അപ്പോൾ അതൊക്കെ ഓർക്കുമ്പോഴാണ് വേറെ ചാനൽ ക്രിയേറ്റ് ചെയ്തത് അത് കയറ്റിക്കൊണ്ട് വരാനും അതിനെ ഉള്ളൊരു ഇത് വരുന്നത്. അപ്പോൾ ഇവരുടെയൊക്കെ ഒരു ഈ കൂടെ നിൽക്കുന്നതും മോട്ടിവേഷൻ ചെയ്തൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇതിനകത്ത് ഇപ്പോഴും നിൽക്കുന്നത്. ഏതെങ്കിലും എന്നത്തേലും കാലത്ത് രക്ഷപ്പെടുവാണെങ്കിൽ രക്ഷപ്പെട്ട്. ഇവിടെ നിന്ന് ഇതിപ്പോൾ നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് ഇട്ടറിഞ്ഞ് പോകാൻ എളുപ്പമാണ്. അതിപ്പോൾ ഏതാണേലും യൂട്യൂബ് ആണേലും ടയർ ഷോപ്പാണേലും അങ്ങനെ ഏത് കാര്യമാണേലും ഇട്ടറിഞ്ഞ് പോകാൻ എളുപ്പമാണ്. അത് കയറ്റിക്കൊണ്ട് വരാനാണ് പാടുപെടുന്നത്. അപ്പോൾ ആ ഒരു ഇത് അറിയാവുന്നതുകൊണ്ടാണ് പിന്നെ ആണേലും എത്ര ഇത് കഴിഞ്ഞിട്ടാണേലും പിന്നെ ഞാനിതൊരു പാഷനാക്കി മാറ്റിയേക്കുക. അതായത് എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എനിക്ക് ഇച്ചിരി വണ്ടികളോടൊക്കെ ഇച്ചിരി ഒരു ക്രൈസുള്ള കൂട്ടത്തിലാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ ഗെയിമിൽ വണ്ടികളുടെ ഒക്കെ ഇതാണ് ചെയ്യണത്. വണ്ടിയോടൊക്കെ ഇച്ചിരി ക്രൈസൊക്കെ ഉള്ള കൂട്ടത്തിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അധികം വണ്ടികളുടെയൊക്കെ ഗെയിമിങ് സ്ട്രീം ചെയ്യുന്നത്. അപ്പോൾ അതുപോലൊരു പാഷനായിട്ട് മാറിയിരിക്കുകയാണ് എനിക്കിപ്പോൾ യൂട്യൂബ്. അപ്പോൾ എന്നത്തേലും കാലത്ത് സക്സസ് ആവട്ടെ എന്ന് വിചാരിച്ചാണ് ഞാനിങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ ലൈഫും അതായത് എൻ്റെ ജീവിതത്തിലെ കാര്യങ്ങളും അതായത് ഞാൻ യൂട്യൂബിലായിട്ട് വരാനുള്ളതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെയായിട്ടൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ നിൽക്കുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ചിലവരുടെയിലൊക്കെ ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ എനേബിൾ ആയിട്ടുണ്ടാവും. അതിൻ്റെ ഉണ്ടാവാൻ വളരെ ചാൻസ് ഉണ്ടെങ്കിൽ അതും കൂടെ ഒന്ന് ചെയ്യുക, കൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ഇത്രയൊക്കെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ബാക്കിയുള്ള നിങ്ങളിലാണ്. അപ്പോൾ വേറൊരു വീഡിയോ കാണാം. അപ്പോൾ എല്ലാ ദിവസവും ബ്ലോഗിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. റിയാക്ഷൻ വീഡിയോസ് വിട്ട ദിവസങ്ങളിലോ അല്ലെങ്കിൽ എല്ലാ ദിവസവും തന്നെ കാണും. വൈകുന്നേരമാണ് ഉണ്ടാവുള്ളൂ. അത് ഗെയിമിങ്ങിലും ബ്ലോഗിങ്ങിലും ഉണ്ടാവും. അപ്പോൾ പുതിയൊരു വീഡിയോ കാണുന്നവരെ ബൈ ബൈ.